t is equal to 2 pi root m by g. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. 2 pi root m by g. ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണ്, ചെക്ക് ചെയ്യണം. എന്താ പ്രിൻസിപ്പിൾ? ഒരു ഇക്വേഷന്റെ ഈക്വൽ ടുന്റെ രണ്ട് സൈഡുമുള്ള എല്ലാ ടേമിന്റെയും ഡയമെൻഷൻ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. ഈക്വൽ ടു ഉണ്ടല്ലോ, ഇക്വേഷൻ ആണല്ലോ, അതിന്റെ രണ്ട് സൈഡുമുള്ള എല്ലാ ടേമിന്റെ ഡയമെൻഷൻ അവിടെ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. ടി ഒരു ടേമാണ്. ഇവിടെ എത്ര ടേം ഉണ്ട്? എം വേറെ, ജി വേറെ, 2 പൈ വേറെ ആണോ? അല്ല. ഇവിടെ പ്രോഡക്റ്റും അല്ലെങ്കിൽ ഡിവിഷനും ഒക്കെ ഉണ്ട്, പ്ലസും മൈനസും ഒന്നുമില്ല. അപ്പോ ഇത് അസേ കോൾ എങ്ങനെയാണ്? ഒരു ഒറ്റ ടേമാണ്. അപ്പൊ ഇവിടെ ആകെ രണ്ടേരം ടേമേ ഉള്ളൂ. ഒന്ന് ടി, ലെഫ്റ്റ് ഉള്ള ടി, ഒന്ന് 2 പൈ റൂട്ട് എം ബൈ ജി. ഈ രണ്ട് ടൈമിന്റെ ഡയമെൻഷൻ ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ, സെയിം ആണ് എന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ കറക്റ്റ് ആണ്. അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഒരു ഇക്വേഷൻ കറക്റ്റ് ആണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അതിൽ എല്ലാ ടൈമിന്റെയും ഡയമെൻഷൻ എന്ത് ചെയ്യുക? എഴുതി നോക്കുക. എല്ലാം സെയിം ആണെങ്കിൽ ആ ഇക്വേഷൻ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ടി ഉണ്ട്, 2 പൈ റൂട്ട് എം ബൈ ജി ഉണ്ട്. രണ്ടിന്റെ ഡയമെൻഷൻ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ, നോക്കാം. ഇവിടെ ചെറിയ പ്രശ്നമുള്ള എന്താ? റൂട്ട് ഉണ്ടല്ലേ. അപ്പൊ റൂട്ട് ഉള്ളതുകൊണ്ട് ഞാൻ റൂട്ട് കളയാൻ വേണ്ടി എന്ത് ചെയ്യണം? സ്ക്വയർ എടുക്കണം കേട്ടോ. സ്ക്വയർ ചെയ്യാണ്. അപ്പോ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ പറയുക? 4 പൈ, ആ റൂട്ട് അങ്ങ് പൊക്കോളും, എം ബൈ ജി. 4 പൈ റൂട്ട് എം ബൈ ജി. വെറുതെ സ്ക്വയർ ചെയ്തു, ആ റൂട്ട് കളയാൻ വേണ്ടി ചെയ്താൽ. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെക്ക് ചെയ്യാം. പക്ഷെ റൂട്ട് കളഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 പൈ റൂട്ട് എം ബൈ ജി. അപ്പോ ഈ ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ ഈ ഇക്വേഷൻ കറക്റ്റ് ആണ്. അപ്പൊ ഈ ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയറും ഇവിടെ ഇപ്പൊ ടൈംസ് എടുക്കാം. ഒന്ന് ടി സ്ക്വയർ, ഒന്ന് 4 പൈ എം ബൈ ജി. അല്ലെ, നേരത്തെ റൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടാണ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ സ്ക്വയർ ചെയ്തു. ഈ ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ എന്തായാലും ഈ ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കും. നമ്മൾ ജസ്റ്റ് സ്ക്വയർ ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോ ടി സ്ക്വയറിന്റെ ഡയമെൻഷനും 4 പൈ എം ബൈ ജി ഡയമെൻഷനും സെയിം ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്? ആ ഇക്വേഷൻ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ഡയമെൻഷൻ കാണാം അല്ലെ. ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ കാണാം. ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ. ടി എന്താ? ടൈം ആണ് അല്ലെ. ടൈം പീരീഡ് ആണ് പറയുന്നുണ്ട്. ടൈം പീരീഡ് ആണ്. ടൈമിന്റെ ഡയമെൻഷൻ എന്താ? ടി ആണ്. അപ്പൊ നമുക്ക് പറയാം ടി സ്ക്വയർ തന്നെയാണ് അല്ലെ. ടി സ്ക്വയർ തന്നെയാണ്. ഒരു ടൈമിന്റെ ആയല്ലോ. നെക്സ്റ്റ് വൺ, ഡയമെൻഷൻ ഓഫ് 4 പൈ എം ബൈ ജി. 4 പൈ എം ബൈ ജി ഡയമെൻഷൻ കാണണം അല്ലെ. ഡയമെൻഷൻ ഓഫ് 4 പൈ എന്താ? ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. കാരണം എന്താ? 4 പൈ ഒരു കോൺസ്റ്റന്റ് നമ്പർ ആണ്. 4 × 3.14. ഡയമെൻഷൻ ഇല്ല, നോക്കണ്ട. ബാക്കി എം ഉണ്ട്, ജി ഉണ്ട്. എം മാസ് ആണ് അല്ലെ. ഡയമെൻഷൻ ഓഫ് മാസ് അറിയാം, എം. ജി എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആക്സിലറേഷൻ തന്നെയല്ലേ. വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റി അറിയണം, LT⁻⁻1 by T LT⁻². അപ്പോ ജി എന്താണ്? ആക്സിലറേഷൻ ആണ്. ഡയമെൻഷൻ എന്താണ്? LT⁻². ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ എന്താ പറയുക? ഡയമെൻഷൻ എം ഉണ്ട്, എൽ മേളിൽ പോകുമ്പോ L⁻⁻1, T⁻⁻2 മേളിൽ പോകുമ്പോൾ എന്താവും? ടി സ്ക്വയർ. മൈനസ് പോയിട്ട് ടി സ്ക്വയർ ആവും. ഓക്കെ, കിട്ടിയില്ലേ? കുഴപ്പമുണ്ടോ? നോക്കാൻ ടി സ്ക്വയർ ഡയമെൻഷൻ എന്തായിരുന്നു? ടി ടൈം ആയിരുന്നു. ഡയമെൻഷൻ ടി സ്ക്വയർ ആണ്. സെക്കൻഡ് ടൈം 4 പൈ എം ബൈ ജി ആണ്. എന്താ 4 പൈ എം ബൈ ജി ഡയമെൻഷൻ? 4 പൈ നോക്കണ്ട, കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഇല്ല. പിന്നെ മാസ് ബൈ ഗ്രാവിറ്റേഷൻ അല്ലെ. മാസിന്റെ ഡയമെൻഷൻ എം, ജി എന്താണ്? ആക്സിലേഷൻ ആണ്. അപ്പൊ LT⁻². ആണ്. എൽ മേളിൽ പോകുമ്പോ L⁻⁻1, T⁻⁻2 മേളിൽ പോകുമ്പോ ടി സ്ക്വയർ. എന്താ ഡയമെൻഷൻ കിട്ടിയേ? എം L⁻⁻1 ടി സ്ക്വയർ. നോക്കിയേ, ഈ ടേമിന്റെ ഡയമെൻഷൻ ടി സ്ക്വയർ. ഇതിന്റെ ML⁻⁻1 ടി സ്ക്വയർ. സെയിം ആണോ? സെയിം അല്ല. അപ്പൊ എല്ലാ ടേമിന്റെ ഡയമെൻഷൻ സെയിം ആണോ? സെയിം അല്ല. രണ്ട് ടേമേ ഉള്ളൂ, രണ്ടിന്റെയും ഡയമെൻഷൻ ആണെങ്കിൽ സെയിം അല്ല. സെയിം അല്ലെങ്കിൽ എന്താ? ഇക്വേഷൻ കറക്റ്റ് അല്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ ഈസ് നോട്ട് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് 4 പൈ എം ബൈ ജി. അങ്ങനെ ഈക്വൽ അല്ലെങ്കിൽ രണ്ട് ടൈമിന്റെയും ഡയമെൻഷൻ ഈക്വൽ അല്ലാന്നുണ്ടെങ്കിൽ, സെയിം അല്ലാന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എങ്ങനെയാണ്? കറക്റ്റ് അല്ല. അപ്പൊ എന്ത് എഴുതാം? ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ ദിസ് ഇക്വേഷൻ ഈസ് നോട്ട് കറക്റ്റ് എന്ന് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇക്വേഷൻ
വാലിഡ് ആകണം എന്നുണ്ടെങ്കിൽ, ഡയമെൻഷനലി കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഇക്വേഷന്റെ എല്ലാ ടേമിന്റെ ഡയമെൻഷൻ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെ സെയിം ആണെങ്കിൽ ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. ഇവിടെ ഇക്വേഷൻ 2x2π√m/g ആയിരുന്നു. റൂട്ട് ഉള്ള ബുദ്ധിമുട്ടാണ്, സ്ക്വയർ ചെയ്തു. t² = 4πm/g ആണ്. ഈ ഇക്വേഷൻ കറക്റ്റ് ആണ്. ഇപ്പൊ ഈ ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത് ചെക്ക് ചെയ്താൽ മതി. റൂട്ട് ഇല്ലെങ്കിൽ ഈസി ആയിരിക്കും. അപ്പോ എത്ര ടൈം ഉണ്ട്? 2 ടൈമേ ഉള്ളൂ. ആരൊക്കെയാണ്? d² 4πm/g. m വേറെ g വേറെ എടുക്കരുത്, അത് പ്രൊഡക്റ്റ് ആണ്. അസേ ഹോൾ ഒറ്റ ടൈമാണ്. അപ്പോ ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ എല്ലാ ടൈമിന്റെ ഡയമെൻഷൻ സെയിം ആയിരിക്കണം. t² ഡയമെൻഷൻ t² കിട്ടി. 4πm/g 4π ഡയമെൻഷൻ ഇല്ല. m/g മാസ്, g ആക്സിലറേഷൻ. അപ്പൊ m/L(t)−2 വരും. മേളിൽ പോകുമ്പോ mL(−1) t². ഡയമെൻഷൻ സെയിം ആണോ? അല്ല. സെയിം അല്ലെങ്കിൽ ഇക്വേഷൻ കറക്റ്റ് അല്ല. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A boy recalls the relativistic mass wrongly as m = m0/√1 - v². Using dimensional method, put the missing c at proper place. ഒരു കുട്ടി ഒരു ഇക്വേഷൻ എഴുതിയപ്പോ അതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായി. സി എന്ന് പറയുന്ന ടൈം മിസ്സായിപ്പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ സി അവിടെ പ്ലേസ് ചെയ്യണം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഈസിയാണ്. നോക്ക്, എല്ലാവരും നോക്കാം. എന്താണ് ഇക്വേഷൻ? m = m0/√1 - v². തെറ്റാണ് പറയുന്നുണ്ട്. നമ്മൾ കറക്റ്റ് ചെയ്യണം. ഒരു സി എന്ന് പറഞ്ഞ ടൈം അവിടെ പ്ലേസ് ചെയ്യണം. ഓക്കെ, ആദ്യം ഒന്ന് എഴുതാം. m = m0/√1 - v². ശ്രദ്ധിച്ചോക്കല്ലേ? ഡയമെൻഷണൽ അനാലിസിസിനകത്ത് ഒരു പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ. എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻ. റൈറ്റ്? അത് പ്രകാരം രണ്ട് ക്വാണ്ടിറ്റി ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് രണ്ടും സെയിം നേച്ചർ ഉള്ള ക്വാണ്ടിറ്റി ആയിരിക്കണം. അല്ലെങ്കിൽ രണ്ടിന്റെയും ഡയമെൻഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതുപോലെ രണ്ട് ക്വാണ്ടിറ്റി സബ്ട്രാക്ട് ചെയ്യണമെങ്കിലും എങ്ങനെയായിരിക്കണം? രണ്ടും സെയിം നേച്ചർ ആയിരിക്കണം. ഡയമെൻഷൻ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, ഓർത്തു വയ്ക്കും. രണ്ട് ക്വാണ്ടിറ്റി ആഡ് ചെയ്യണമെങ്കിലും സബ്ട്രാക്ട് ചെയ്യണമെങ്കിലും സെയിം നേച്ചർ ആയിരിക്കണം. ഡയമെൻഷൻ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. ഇവിടെ ഈ ഇക്വേഷനകത്ത് നിങ്ങളൊരു 1 - v² കണ്ടോ? ഓക്കെ, ഒരു 1 - v² കണ്ടില്ലേ? 1 - v². അപ്പോ 1 - v², 1 ൽ നിന്ന് v² സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കണം? സെയിം ഡയമെൻഷൻ ആയിരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ? a - b നടക്കണം എന്നുണ്ടെങ്കിൽ ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ എയുടെയും ബിയുടെയും ഡയമെൻഷൻ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. അതുപോലെ 1 - v² ഡയമെൻഷനലി കറക്റ്റ് ആകണം എന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ ഓഫ് 1ഉം ഡയമെൻഷൻ ഓഫ് v² എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. സെയിം ആണോ? അല്ല. എന്താ റീസൺ? ഡയമെൻഷൻ ഓഫ് 1 ഒരു കോൺസ്റ്റന്റ് ആണ്, ഡയമെൻഷൻ ഇല്ല. ഡയമെൻഷൻ ഓഫ് v², v എന്താ? വെലോസിറ്റിയാ. ഡയമെൻഷൻ ഉണ്ട്, L(t)−1. അപ്പൊ v² ആകുമ്പോഴോ L(t)−1² വരും. അപ്പൊ 1ന് ഡയമെൻഷൻ ഇല്ല, v²നോ ഡയമെൻഷൻ ഉണ്ട്. അപ്പൊ മിസ്റ്റേക്ക് എവിടെയാണെന്ന് മനസ്സിലായി. v² എന്ന ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലായി. 1ന് ഡയമെൻഷൻ ഇല്ലല്ലോ, അപ്പൊ v-ക്കല്ലേ ഡയമെൻഷൻ ഉള്ളത്. അപ്പൊ എന്താണ് കണ്ടീഷൻ? രണ്ടിന്റെ ഡയമെൻഷൻ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോ v² ഡയമെൻഷൻ ഉണ്ട്, L(t)−1² വരും. 1 ഡയമെൻഷൻ ഇല്ല. അപ്പൊ അവിടെയാണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലായി. ക്ലിയർ? അപ്പൊ നമ്മൾ അവിടെ കറക്റ്റ് ചെയ്യണം. v² എന്ന ഭാഗത്ത് കറക്റ്റ് ചെയ്യണം. എങ്ങനെ കറക്റ്റ് ചെയ്യാം? രണ്ട് ഓപ്ഷൻ ഉണ്ട്. ആ v-യെ ക്യാൻസൽ ചെയ്താൽ പോരെ? ഡയമെൻഷൻ ഓഫ് v ക്യാൻസൽ ചെയ്താൽ പോരെ? അപ്പോ v² ഡയമെൻഷൻ ക്യാൻസൽ ചെയ്യാൻ c² കൊടുക്കാം അല്ലെ? c ആണ് മിസ്സിംഗ് ടൈം എന്ന് പറയുന്നുണ്ട്. v² ഡയമെൻഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം? c² കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കൊടുക്കാം, c²/v² ആയാലും എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഡയമെൻഷൻ ഓഫ് v എന്ന് പറയുന്നത് ക്യാൻസൽ ആയി പോകും അല്ലെ? v² L(t)−1². c എന്താ? സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്, അതും വെലോസിറ്റി തന്നെയാണ്. L(t)−1² തന്നെയാണ്. രണ്ടും ക്യാൻസൽ ആയി പോകും. വിയും സിയും സ്പീഡ് തന്നെയാണ്. ഒന്ന് സി ആണ്, അത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ഒന്ന് ബി, അത് വെലോസിറ്റി ഓഫ് മാസ് ആണ്. നമ്മൾ ഒരു മാസിന്റെ വെലോസിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോ ബി എന്താണ്? വെലോസിറ്റി ഓഫ് ബോഡിയാണ്. സി എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. രണ്ട് സ്പീഡാണ്, ഡയമെൻഷൻ സെയിം ആണ്. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താ? 1ന് ഡയമെൻഷൻ ഇല്ല, v² ഡയമെൻഷൻ ഉണ്ട്. അപ്പൊ v² ക്യാൻസൽ ചെയ്യണം. അപ്പോഴേ അത് പോസിബിൾ, ഡയമെൻഷനിൽ കറക്റ്റ് ആയിരിക്കുള്ളൂ. എങ്ങനെ ക്യാൻസൽ ചെയ്യാം? ഒന്നുകിൽ v²/c², അല്ലെങ്കിൽ c²/v². അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. എന്തൊക്കെയാണ് ഓപ്ഷൻ ഉള്ളത്? ഒന്നെങ്കിൽ 1 - v²/c², അല്ലെങ്കിൽ
1 മൈനസ് സി സ്ക്വയർ ബൈ ബി സ്ക്വയർ. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇപ്പൊ നോക്കി, 1 ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. ബി സ്ക്വയർ ബൈ സി സ്ക്വയർ, ബി സ്പീഡാണ്, സിയും സ്പീഡാണ്, രണ്ടിനും ഡയമെൻഷൻ ഉണ്ട്, പക്ഷെ പരസ്പരം ക്യാൻസൽ ചെയ്യും. അത് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ ആയി ക്യാൻസൽ ചെയ്യും, സി സ്ക്വയർ ബൈ ബി സ്ക്വയർ ആയി ക്യാൻസൽ ചെയ്യും. അല്ലെ, എൽ ടി റേസ്റ്റ് മൈനസ് നോൺ സ്ക്വയർ വരും, താഴെയും എൽ ടി റേസ്റ്റ് മൈനസ് നോൺ സ്ക്വയർ വരും, രണ്ട് ക്യാൻസൽ ആയി. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ്? ആലോചിച്ച് നോക്കാം. സി എന്താ? സ്പീഡ് ഓഫ് ലൈറ്റ് നമുക്കറിയാം, കോൺസ്റ്റന്റ് ആണ്, 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്, അല്ലെ, വേഗത്തിനാണ്. ഇനി വി എന്താ? വെലോസിറ്റി ഓഫ് ആ ബോഡിയാണ്, ആ മാസാണ്. ആ ബോഡി റെസ്റ്റിലാണെങ്കിൽ വിയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കില്ലേ? ആ ബോഡി റെസ്റ്റിലാണെങ്കിൽ സ്പീഡ് എത്രയാ? 0. അപ്പൊ വി എന്ത് വരാം? 0 വരാം. സി എന്താ? കോൺസ്റ്റന്റ് ആണ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ്, 3 × 10⁸ ആണ്. അപ്പൊ നമ്മൾ സി നോക്കേണ്ട ആവശ്യമില്ല, സി കോൺസ്റ്റന്റ് ആണ്. പക്ഷെ വി എന്താ? സ്പീഡ് ഓഫ് ബോഡിയാണ്, അത് 0 വരാം. ബോഡി റെസ്റ്റിലാണെങ്കിൽ വി എന്തായിരിക്കാം? 0 ആയിരിക്കും. വിയുടെ വാല്യൂ 0 എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക? 1 മൈനസ് 0 സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇവിടെയോ 1 മൈനസ് സി സ്ക്വയർ ബൈ ബി സ്ക്വയർ. എവിടെയാ പ്രശ്നമുള്ളത്? ഇവിടെ നോക്കി, 1 മൈനസ് സി സ്ക്വയർ ബൈ 0 സ്ക്വയർ എന്ന് വരും, അല്ലെ? ബോഡി റെസ്റ്റിലാണെങ്കിൽ വെലോസിറ്റി എത്രയാണ്? 0. വി ആണ് ആ ബോഡിയുടെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ സി സ്ക്വയർ ബൈ 0 എന്ന് വരും. എനി നമ്പേഴ്സ് ബൈ 0 എന്താ? നോട്ട് ഡിഫൈൻഡ്. അപ്പൊ എന്താ പറ്റുക? അത് ഇൻഫിനിറ്റി ആണ്, നോട്ട് ഡിഫൈൻഡ് ആയിട്ട്, അല്ലെ? വി 0 ആവുകയാണെങ്കിൽ വി എന്ന് പറയുന്നത് 0 വരാം. ബോഡിയുടെ സ്പീഡാണ് വി എന്ന് പറയുന്നത്. ബോഡി റെസ്റ്റിലാണെങ്കിൽ വി 0 വരാം. അങ്ങനെയാണ് എന്ത് പറ്റും? സി സ്ക്വയർ ബൈ 0 എന്ന് വരും. എനി നമ്പർ ബൈ 0 എന്താ? നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പൊ 1 മൈനസ് സി സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്തായിരിക്കും? നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. വെൻ വി ഈക്വൽ ടു 0. ഇവിടെ ആ പ്രശ്നമുണ്ട്. ബോഡി റെസ്റ്റിലാണെങ്കിൽ വി 0. 1 മൈനസ് 0 സ്ക്വയർ ബൈ സി സ്ക്വയർ. 0 ബൈ എ നമ്പർ, നോട്ട് ഡിഫൈൻഡ് അല്ല, 0 ആണ്. 1 മൈനസ് 0 എന്ന് വരും. പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പൊ ഏതായിരിക്കും കറക്റ്റ് എന്ന് പറയുന്നത്? 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? എം ഈക്വൽ ടു m0 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണോ, സി സ്ക്വയർ ബൈ ബി സ്ക്വയർ ആണോ? ഏതാണ് കറക്റ്റ്? 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇപ്പൊ കറക്റ്റിൽ നോക്കാം. ഒന്നുകൂടെ നമുക്ക് നോക്കാം. എം ഒരു ഇക്വേഷന്റെ രണ്ട് സൈഡും ഡയമെൻഷൻ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. എല്ലാ ടേമിലും ഡയമെൻഷൻ സെയിം ആയിരിക്കണം. ലെഫ്റ്റ് എം ഉണ്ട്, റൈറ്റ് ടേം ഏതാ? എം വേറെ അല്ല, റൂട്ട് വേറെ അല്ല, അസ് എ ഹോൾ ഒറ്റ ടേമാണ്, അല്ലെ? പ്ലസും മൈനസും അല്ലല്ലോ. അപ്പോ m0 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്താ? ഒരു ടേമാണ്. അപ്പൊ രണ്ട് ഭാഗത്തെയും ഡയമെൻഷൻ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. രണ്ട് ടേമേ ഉള്ളൂ, ഒന്ന് എം ആണ്, ഒന്ന് m0 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. രണ്ട് ഭാഗത്തെയും ഡയമെൻഷൻ സെയിം ആയിരിക്കണം. ലെഫ്റ്റ് ഡയമെൻഷൻ എന്താണ്? ലെഫ്റ്റ് മാസ് ആണ്, എം ആ ഡയമെൻഷൻ. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ കറക്റ്റ് ആകണം എന്നുണ്ടെങ്കിൽ റൈറ്റ് എങ്ങനെയായിരിക്കണം? ഡയമെൻഷൻ എം ആയിരിക്കണം, സെയിം തന്നെ ആയിരിക്കണം. ക്ലിയർ? റൈറ്റ് ഒരു m0 ഉണ്ടല്ലോ, m0 റെസ്റ്റ് മാസ് ആണ്, അപ്പൊ ഡയമെൻഷൻ എന്താ? അത് എം ആണ്. അപ്പൊ m0 ഉണ്ട്, ഡയമെൻഷൻ എം ആണ്, എം ഉണ്ട്, ഡയമെൻഷൻ എം ആണ്. അപ്പൊ തന്നെ ഈക്വലായി. ഇവിടെ താഴെ ഡയമെൻഷൻ വരാൻ പാടുണ്ടോ? താഴെ ഡയമെൻഷൻ വരാൻ പാടില്ല. 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ, 1 ഡയമെൻഷൻ ഇല്ല, നമ്പർ ആണ്. സി സ്ക്വയർ ബി സ്ക്വയർ ബൈ സി സ്ക്വയർ, ബി സ്പീഡ് സി സ്പീഡ്, എൽ ടി റേസ്റ്റ് മൈനസ് എന്ന് വരും, രണ്ടും പരസ്പരം ക്യാൻസൽ ആവും, അവിടെ ഡയമെൻഷൻ ഇല്ല. കറക്റ്റ് ആണ്, പ്രശ്നമില്ല. ഒന്നുകൂടെ പറയാം. എം ഈക്വൽ ടു m0 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ നമുക്ക് കിട്ടിയേക്കാം, അല്ലെ? ബി സ്ക്വയർ ബൈ സി സ്ക്വയർ വരാനുള്ള കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെക്ക് ചെയ്യാം. ലെഫ്റ്റ് എം ഉണ്ട്, റൈറ്റ് m0 ഉണ്ട്. എമ്മിന്റെ ഡയമെൻഷൻ എന്താ? മാസ് എം ആണ്. m0 അതും മാസ് ആണ്, എം ആണ്. അപ്പൊ ലെഫ്റ്റും റൈറ്റും ഡയമെൻഷൻ എന്താ? എം തന്നെയാണ്, അല്ലെ? അപ്പൊ രണ്ട് ക്യാൻസൽ ആയി പോയി. ഇനി താഴെ ആര് മാത്രമേ ഉള്ളൂ? ഒരു റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ ഉള്ളൂ. ഡയമെൻഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. 1 ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ബി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്തായിരിക്കണം? ഡയമെൻഷൻ 0 ആയിരിക്കണം, അല്ലേ? ബി സ്പീഡ് സി സ്പീഡ്, എൽ ടി റേസ്റ്റ് മൈനസ് 1, മുകളിലും താഴെയും ക്യാൻസൽ ആയി പോകും. ക്ലിയർ അല്ലേ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
The correctness of an equation is checked using the principle of homogeneity. For an equation x equal to a plus bt plus ct square, where x is in meter and t is in second, what will be the dimension of b? Important question ആണ്, ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, വളരെ വളരെ ഈസിയാണ്. നമ്മൾ ആ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻ പറഞ്ഞ സമയത്ത് ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞിരുന്നു. എന്താണ്? ഒരു ഇക്വേഷൻ കറക്റ്റ് ആണ് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ തിയറം അപ്ലൈ ചെയ്യാം. റൈറ്റ്? ആ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒരു ഇക്വേഷന്റെ ഈക്വൽ ടുവിന്റെ രണ്ട് സൈഡുമുള്ള എല്ലാ ടൈമിന്റെയും ഡയമെൻഷൻസ് എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. നമ്മുടെ ഇക്വേഷൻ എഴുതി നോക്കാം. എന്താണ് ഇക്വേഷൻ? x is equal to a plus bt plus ct square. റൈറ്റ്? ഈ ഇക്വേഷൻ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇതിലെ ഓരോ ടൈമിന്റെ ഡയമെൻഷൻ എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? വാട്ട് വിൽ ബി ദ ഡയമെൻഷൻ ഓഫ് ബി? ഇക്വേഷൻ കറക്റ്റ് ആണ്, അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് ബി എന്താണ്? അല്ലെ? ഇക്വേഷൻ അത് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഓരോ ടൈമിന്റെയും ഡയമെൻഷൻ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. അത് എഴുതാൻ പോവാണ്. എത്ര ടൈം ഉണ്ടെന്ന് നോക്കി. എക്സ് ഒരു ടൈമാണ്, എ വേറെ ടൈമാണ്, ബി ടി വേറെ ടൈമാണ്, സി ടി സ്ക്വയർ വേറെ ടൈമാണ്. ഓക്കെ, അപ്പൊ ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് ടൈം ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു നെക്സ്റ്റ് ടൈം ബി വേറെ ടി വേറെ അല്ല, ബി ടി ആണ്, പ്രൊഡക്റ്റ് ആണ് ബി ടി, നെക്സ്റ്റ് ടൈം സി ടി സ്ക്വയർ. അല്ലെ? ഈ നാല് ടൈമിന്റെ ഡയമെൻഷൻ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എക്സ്? വാട്ട് ഈസ് എക്സ്? എക്സ് എന്താ? എക്സ് ഈസ് ഇൻ മീറ്റർ എന്ന് പറയുന്നുണ്ട്. മീറ്റർ എന്തിന്റെ യൂണിറ്റ് ആണ്? ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ എക്സ് എന്താ? എക്സ് ഒരു ലെങ്ത് ആണ്. വാട്ട് ഈസ് ഡയമെൻഷൻ? എല്ലാ ഡയമെൻഷൻ എല്ലാം ലെങ്ത് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് ബി ടി എന്തായിരിക്കണം? ഡയമെൻഷൻ ഓഫ് ബി ടി എന്ന് പറയുന്നത് എൽ തന്നെയായിരിക്കണം. അല്ലെ? ഓരോ ടൈമിന്റെ ഡയമെൻഷൻ എങ്ങനെയാ? സെയിം ആയിരിക്കണം. ശരിയല്ലേ പറയുന്നത്? അപ്പോൾ എക്സ് എന്ന് പറയുന്നത് മീറ്റർ ആണെന്നറിയാം, മീറ്റർ ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ ഡയമെൻഷൻ എന്താണ്? എല്ലാം. ഓരോ ടൈമിന്റെ ഡയമെൻഷൻ ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ ബി ടി എന്ന് പറയുന്ന ടൈമിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? അത് എൽ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോ ഡയമെൻഷൻ ഓഫ് ബി ടി എന്ന് പറയുന്നത് എന്താ? അത് എൽ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ടി ഡയമെൻഷൻ അറിയാമോ? അല്ലെ? അത് എഴുതുകയാണ് ഞാൻ. ഡയമെൻഷൻ ഓഫ് ബി, ഡയമെൻഷൻ ഓഫ് ടി എന്താ? ടൈം അല്ലേ? അല്ലെ? ടി ഈസ് ഇൻ സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്, ടൈമാണ്. അപ്പൊ ടി ഇസ് ഈക്വൽ ടു എൽ. ഞാൻ ആ ടി അപ്പുറം കൊണ്ടുപോവാണ്. അപ്പൊ ഡയമെൻഷൻ ഓഫ് ബി ഇസ് ഈക്വൽ എന്താ പറയുക? അപ്പുറം എല്ലുണ്ട്, ആ ടി അപ്പുറം പോകുമ്പോൾ എന്താവും? ടി റേസ് ടു മൈനസ്. എന്താ കിട്ടുക? ഡയമെൻഷൻ ഓഫ് ബി ഇസ് ഈക്വൽ ടു എൽ ടി റേസ് ടു മൈനസ്. ക്ലിയർ അല്ലേ പറയുന്നത്? ഓക്കെ അല്ലേ? അപ്പോൾ ഇക്വേഷന്റെ എല്ലാ ടൈമിന്റെ ഡയമെൻഷൻ എങ്ങനെയാണ്? സെയിം ആയിരിക്കണം. എക്സ് മീറ്റർ ആണ്, ലെങ്ത് ആണ്, ഡയമെൻഷൻ എല്ലാം ആണ്. അങ്ങനെയാണെങ്കിൽ ബി ടിയും ഡയമെൻഷൻ എന്തായിരിക്കും? എല്ലാവരും. ബി ടി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ടി ഈസ് ഈക്വൽ ടു എൽ. ടി ടൈം ആണ്, ടി എന്ന് കൊടുക്കാം. അപ്പൊ ഡയമെൻഷൻ ഓഫ് ബി ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു എൽ. ടി അപ്പുറം കൊണ്ടുപോയി ടി റേസ് ടു മൈനസ് വൺ. അല്ലെ? അപ്പൊ ഡയമെൻഷൻ ഓഫ് ബി എന്താണ്? എൽ ടി റേസ് ടു മൈനസ് വൺ. ഈസി അല്ലേ? 1 മാർക്ക് അവിടെ കിട്ടുകയാണ്. അടുത്ത ദിവസത്തിലേക്ക് പോകാം. The correctness of equations can be checked using principle of homogeneity. ശരിയല്ലേ? ഒരു ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് നോക്കാൻ വേണ്ടി ആ തിയറി ഉപയോഗിക്കാം. State the principle of homogeneity. Using this principle, check whether the following equations is dimensionally correct. An equation half mv square is equal to mgh, where m is the mass of the body, v is its velocity, g is the acceleration due to gravity, and h is the height. 27ാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ സി പാർട്ട് നമുക്ക് വേണ്ട, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു എങ്കിൽ പോലും അത് ഫോക്കസ് ചെയ്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആ 27ാമത്തെ എയും ബിയും മാത്രം നോക്കിയാൽ മതി. ഒന്നാമത്, സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. എന്താ പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പ്രകാരം ഒരു ഇക്വേഷന്റെ രണ്ട് സൈഡുമുള്ള എല്ലാ ടൈമിന്റെ ഡയമെൻഷൻ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് ദി ഡയമെൻഷൻസ് ഓഫ് all the term on both sides of an equation are the same. അത്രയും ഒരു മാർക്ക്. Second part, using this principle, check whether the following equation is dimensionally correct. ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ് നോക്കണം. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആകണം എന്നുണ്ടെങ്കിൽ എന്താ കണ്ടീഷൻ? ആ ഇക്വേഷനിലെ എല്ലാ ടേമിന്റെ ഡയമെൻഷൻ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം.
ചെക്ക് ചെയ്യാലോ, ഈസി അല്ലേ, നോക്കാം നമുക്ക്. ഏതാണ് ഇക്വേഷൻ? ഹാഫ് എം ബി സ്ക്വയർ ഈക്വൽ ടു ഹാഫ് എം ജി എച്ച്. ഹാഫ് എം ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എം ജി എച്ച്. ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് നോക്കണം. എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത്? ഒരു ഇക്വേഷന്റെ എല്ലാ ടൈമിലും ഡയമെൻഷൻസ് എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. എത്ര ടൈം ഉണ്ട്? ഹാഫ് എം ബി സ്ക്വയർ ഒരു ടൈം ആണ്. പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡിവിഷൻ ഒക്കെ ഉണ്ട്. പ്ലസോ മൈനസോ വന്നാൽ മാത്രമേ അത് സെപ്പറേറ്റ് ടൈംസ് ആവും. ഹാഫ് എം ബി സ്ക്വയർ ഒരു ടൈം, എം ജി എച്ച് വേറെ ടൈം. രണ്ട് ഡയമെൻഷനും സെയിം ആണ് എന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? കറക്റ്റ് ആയിരിക്കും. ക്ലിയർ? അപ്പൊ നമുക്ക് ആദ്യം ഹാഫ് എം ബി സ്ക്വയർ ഡയമെൻഷൻ നോക്കാം. ഡയമെൻഷൻ ഓഫ് ഹാഫ് എം ബി സ്ക്വയർ നോക്കാലോ. ഹാഫ് കോൺസ്റ്റന്റ് നമ്പർ ആണ്, ഡയമെൻഷൻ ഇല്ല. നെക്സ്റ്റ് മാസ്. എന്താ മാസ് ഡയമെൻഷൻ? എം. അടുത്ത വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ബൈ ഹാർട്ട് ചെയ്യണം. LT raised to minus 1. LT raised to minus 1 പോരാ, ബി സ്ക്വയർ ഉണ്ട്. ഡയമെൻഷൻ ഓഫ് ബി എന്ന് പറയുന്നത് LT raised to minus 1. അപ്പൊ ബി സ്ക്വയർ എന്തായിരിക്കും? LT raised to minus 1 ഹോൾ സ്ക്വയർ. അപ്പൊ എന്താ കിട്ടുക? എം എല്ലിന്റെ സ്ക്വയർ എൽ സ്ക്വയർ ടി raised to minus 1 ഹോൾ സ്ക്വയർ. എ raised to m raised to എന്താ? എ raised to m into n. പവർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ടി raised to ഏതൊക്കെയാ പവർ? മൈനസ് 1 raised to minus 1 into 2 എത്രയാ? മൈനസ് 2. ഓക്കെ, അപ്പൊ എന്താ വന്നേ? എം എൽ സ്ക്വയർ ടി raised to minus 2 ആണ് ഡയമെൻഷൻ ഓഫ് ഹാഫ് എം ബി സ്ക്വയർ. എം ജി എച്ച് ചെക്ക് ചെയ്യാം. ഡയമെൻഷൻ ഓഫ് എം ജി എച്ച്. എം ജി എച്ച് എം ആരാ? മാസ്. ജി ആരാണ്? ആക്സിലറേഷൻ. എച്ച് ഹൈറ്റ്. മാസ് ഡയമെൻഷൻ എം, ജി ആക്സിലറേഷൻ, LT raised to minus 2. എച്ച് ഹൈറ്റ്, ഹൈറ്റ് ലെങ്ത് ആണല്ലോ, അപ്പൊ ഇൻറ്റു എൽ. എന്താ വന്നേ? എം ഇൻറ്റു എൽ ഇൻറ്റു എൽ, എൽ സ്ക്വയർ ടി raised to minus 2. ടി raised to minus 2. മാസിന്റെ എം ആണ്, ജി ആക്സിലറേഷൻ ആണ്, ബൈഹാർട്ട് ചെയ്യണം. LT raised to minus 2. എച്ച് ഹൈറ്റ് ആണ്, ലെങ്ത് ആണ് എൽ. എൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൽ സ്ക്വയർ ആയി. അപ്പൊ എം എൽ സ്ക്വയർ ടി raised to minus 2. ഓക്കെ, ഡയമെൻഷൻ എങ്ങനെയാ? സെയിം ആണ്. അപ്പൊ ഒരു ഇക്വേഷന്റെ രണ്ട് സൈഡുമുള്ള എല്ലാ ടേമിന്റെ ഡയമെൻഷൻ സെയിം അല്ലേ? ആകെ രണ്ടേ ടേമേ ഉള്ളൂ. ഹാഫ് എം ബി സ്ക്വയർ ഡയമെൻഷൻ എന്താണ്? എം എൽ സ്ക്വയർ ടി raised to minus 2. എം ജി എച്ച് ഡയമെൻഷൻ എന്താണ്? എം എൽ സ്ക്വയർ ടി raised to minus 2. രണ്ടും എങ്ങനെയാണ്? സെയിം ആണ്. അപ്പൊ എങ്ങനെയാണ്? ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻ ദിസ് ഇക്വേഷൻ ഈസ് കറക്റ്റ്. ഓക്കെ, രണ്ട് സൈഡ് ഈക്വൽ ആണ് അല്ലേ? നമുക്ക് എങ്ങനെ എഴുതാം? ഡയമെൻഷൻ ഓഫ് ഹാഫ് എം ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എം ജി എച്ച്. സോ by principle of homogeneity of dimension this equation is correct. Clear അല്ലേ? എ പാർട്ട് കഴിഞ്ഞു, ബി പാർട്ട് കഴിഞ്ഞു. സി വേണ്ടെന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇമ്പോർട്ടന്റ് ആയിരുന്നു, ഫോക്കസ് ചെയ്തില്ല. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. The displacement of a body in a time is given by s equal to at square plus bt. Find the dimensions of a and b. രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ഇക്വേഷൻ? എസ് ഈക്വൽ ടു എ ടി സ്ക്വയർ പ്ലസ് ബി ടി. നമുക്ക് എയുടെയും ബിയുടെയും ഡയമെൻഷൻ വേണം. ഇക്വേഷൻ എഴുതാം ആദ്യം. എസ് ഈക്വൽ ടു എ ടി സ്ക്വയർ പ്ലസ് ബി ടി ആണ് ഇക്വേഷൻ. ഇതിന് ഡയമെൻഷൻ ഓഫ് എ വേണം, ഡയമെൻഷൻ ഓഫ് എ വേണം, ഡയമെൻഷൻ ഓഫ് ബി വേണം. ഇതാണ് ക്വസ്റ്റ്യൻ. അഗൈൻ എന്താ അപ്ലൈ ചെയ്യാൻ പോകുന്നത്? ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെങ്കിൽ ആ ഇക്വേഷനിലെ എല്ലാ ടൈമിന്റെയും ഡയമെൻഷൻസ് എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. ഇവിടെ എത്ര ടൈംസ് ഉണ്ട്? എസ് ഒരു ടൈം, എ ടി സ്ക്വയർ വേറെ ടൈം, ബി ടി വേറെ ടൈം, 3 ടൈം ഉണ്ട്. മൂന്നിന്റെ ഡയമെൻഷൻസ് എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലെ? അപ്പൊ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ഡയമെൻഷൻ ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ടി. ശരിയല്ലേ? പ്രശ്നം ഉണ്ടാവും. ഒരു ഇക്വേഷന്റെ എല്ലാ ടൈമിന്റെ ഡയമെൻഷൻ അവിടെ ഈക്വൽ ആണ്, സെയിം ആയിരിക്കണം. എസ് ഡിസ്പ്ലേസ്മെന്റ് ആണ് പറയുന്നുണ്ട്, ഡയമെൻഷൻ എന്താ? എല്ലാം, ഡയമെൻഷൻ ഓഫ് എല്ലാം. അങ്ങനെയാണെങ്കിൽ എ ടി സ്ക്വയർ ഡയമെൻഷൻ എന്താ? എല്ലാണ്. ബി ടി ഡയമെൻഷൻ എന്താ? എല്ലാണ് അല്ലെ? എല്ലാ ടൈമിന്റെ ഡയമെൻഷൻ ഈക്വൽ ആണ്. അത് എസ് ഡയമെൻഷൻ എന്താ? എസ് എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട് ലെങ്ത് ആണ്, എല്ലാണ്. അങ്ങനെയാണെങ്കിൽ എസിന്റെയും എ ടി സ്ക്വയറും ഈക്വൽ ആണ്. അപ്പൊ എ ടി സ്ക്വയറും ഡയമെൻഷൻ എല്ലാണ്, ബി ടിയും ഡയമെൻഷൻ എന്താണ്? എല്ലാണ്.
ഇനി ഓരോന്നും ചെയ്യാം അല്ലെ. ഡയമെൻഷൻ ഓഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്നത് എന്താന്ന് കിട്ടി? എല്ലാന്ന് കിട്ടി. നമുക്ക് എയുടെ മാത്രം മതി. എ ഡയമെൻഷൻ ആണ് വേണ്ടത്. അതില് ടി സ്ക്വയർ ഡയമെൻഷൻ എനിക്ക് അറിയാം. എന്താ ടി സ്ക്വയർ ഡയമെൻഷൻ? അത് ടി സ്ക്വയർ തന്നെയാണ്, ടൈമിന്റെ സ്ക്വയർ അല്ലെ, ടി സ്ക്വയർ ആണ് ഈക്വൽ ടു എൽ. ടി സ്ക്വയർ അപ്പുറം കൊണ്ടാവുമല്ലോ. ടി സ്ക്വയർ അപ്പുറം പോകുമ്പോൾ ബൈ ടി സ്ക്വയർ ആവും. അത് മേളിൽ പോകുമ്പോൾ ടി റേസ് ടു മൈനസ് 2 ആവും. അപ്പൊ ഡയമെൻഷൻ ഓഫ് എ നമുക്ക് കിട്ടി, എന്ത് കിട്ടി? എൽ ടി റേസ് ടു മൈനസ് 2. എൽ ടി റേസ് ടു മൈനസ് 2 ഡയമെൻഷൻ ഓഫ് എ കിട്ടിയല്ലോ. ഇതുപോലെ നമുക്ക് എന്ത് സോൾവ് ചെയ്യാം? ബി ടി സോൾവ് ചെയ്യാം. ഡയമെൻഷൻ ഓഫ് ബി ടി എന്താ? എല്ലാണ്. ഡയമെൻഷൻ ഓഫ് ബി ടി എന്താണ്? എല്ലാണ്. എനിക്ക് ബി അല്ലേ വേണ്ടേ? ഡയമെൻഷൻ ഓഫ് ബി എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ആരാ? ടൈമാണ്. ടി ആ ഡയമെൻഷൻ. അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്ത് പറ്റും? ബൈ ടി വരും. വെളി പോകുമ്പോൾ എന്താവും? ടി റേസ് ടു മൈനസ് എൽ ടി റേസ് ടു മൈനസ്. ഓക്കെ അല്ലേ? ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് കിട്ടിക്കോളും. ഒരു സ്റ്റെപ്പ് ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ആ ടി ഞാൻ എഴുതിയിട്ടില്ല. അപ്പുറം കൊണ്ടുപോയി ഡയറക്റ്റ് കൊണ്ടുപോയി. ഓക്കെ, മനസ്സിലായി വിചാരിക്കണം. 3-4 ക്വസ്റ്റ്യൻസ് ആയില്ലേ? ക്ലിയർ അല്ലേ? ഇത് ഒരു ഇക്വേഷൻ കറക്റ്റ് ആണ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഉറപ്പായിട്ടും ഇക്വേഷൻ മിക്കവാറും എക്സാമിന് വരും. ഒന്നുകിൽ ഇക്വേഷൻ കറക്റ്റ് ആണ് ചെക്ക് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഇക്വേഷൻ വന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു ടൈമിന്റെ ഡയമെൻഷൻ കാണാൻ പറയും. അത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. നിർബന്ധമായിട്ട് പഠിക്കണം. അപ്പോ ഡയമെൻഷൻ ഓഫ് എ എന്തായിരുന്നു? എൽ ടി റേസ് ടു മൈനസ് 2. ഡയമെൻഷൻ ഓഫ് ബി എന്തായിരുന്നു? എൽ ടി റേസ് ടു മൈനസ്. ഓക്കെ, ക്ലിയർ അല്ലേ?